ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഉണ്ണി മുകുന്ദനെ നായകനാക്കി 2024-ൽ പുറത്തിറങ്ങി തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ. ബീഹാറിൽ നിന്നുമടക്കം വലിയ കളക്ഷൻ നേടിയ മാർക്കോ, വയലൻസ് ആക്ഷൻ ചിത്രങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് മോളിവുഡിൽ തുറന്നു നൽകിയത്. ഇതേ പാറ്റേണിൽ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പുറത്തിറക്കിയ ചിത്രമായിരുന്നു മെയ് 28-ന് തിയേറ്ററുകളിലെത്തിയ കാട്ടാളൻ. ആന്റണി വർഗീസെന്ന ആക്ഷൻ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ പേരുകേട്ട യുവനടനെ നായകനാക്കി ഒരുക്കിയ ചിത്രം താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലായിരുന്നു ഒരുക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷമായി ചിത്രത്തിന് പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിക്കാതെ പോകുകയും പ്രേക്ഷകരിൽ നിന്നും നെഗറ്റീവ് റിവ്യൂ ലഭിക്കുകയുമായിരുന്നു. ഇതോടെ ഓപ്പണിംഗ് ദിനത്തിൽ നിന്നും വ്യത്യസ്തമായി ബോക്സ് ഓഫീസിൽ ചിത്രം കൂപ്പുകുത്തുന്ന കാഴ്ചക്കായിരുന്നു പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. വമ്പൻ ആക്ഷൻ ചിത്രമെന്ന ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം ഓപ്പണിംഗ് ദിനത്തിൽ 7 കോടിയോളം നേടി ആന്നി വർഗീസിന്റെ കരിയറിലെ മികച്ച ആദ്യദിന കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യ ദിനത്തിൽ കിട്ടിയ ഓപ്പണിംഗ് ചിത്രത്തിന് മുതലാക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യ ദിനം 3.5 കോടിയിലധികം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയ ചിത്രത്തിന് തൊട്ടടുത്ത ദിവസം 51 ലക്ഷം മാത്രം ലഭിച്ച് കുപ്പുകുത്തുന്ന കാഴ്ചക്കായിരുന്നു മോളിവുഡ് സാക്ഷ്യം വഹിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ കേരളത്തിൽ നിന്നും 1 കോടി മാർക്കെന്ന കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടൊപ്പം ദൃശ്യം 3 ലഭിക്കുന്ന ജനപ്രീതിയും തമിഴ് ഫാമിലി ആക്ഷൻ ചിത്രമായ ബ്ലാസ്റ്റ് ദിനംതോറും ഷോകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ കാട്ടാളൻ പ്രതിസന്ധിയിലാകുകയായിരുന്നു. ഇപ്പോഴിതാ ചിത്രമിറങ്ങി 6-ാം ദിവസത്തിൽ ചിത്രത്തിന് 13 ലക്ഷം മാത്രമാണ് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിലാകട്ടെ ചിത്രം ആകെ നേടിയിരിക്കുന്നത് 10 കോടിക്കടുത്ത് മാത്രമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നതോടെ ബജറ്റും സ്കെയിലും കണക്കിലെടുത്ത് വലിയ പരാജയമായി ചിത്രം മാറിയിരിക്കുകയാണെന്നാണ് സിനിമാ പേജുകളുടെ നിരീക്ഷണം.